നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപക് ദാമോദരൻ. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പം താപനില ഏകദേശം 51-52 ഡിഗ്രി വരെ പോകുന്നുണ്ട്. ഹീറ്റ് റാഷ്, സൺബേൺ ഒക്കെ ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണമാണ് നമ്മുടെ ശരീരത്ത് ഹീറ്റ് ഇഞ്ചുറി വരുന്നതിൻ്റെ. നമ്മളിതൊരു വാർണിംഗ് ആയിട്ട് എടുത്ത് ആ സമയത്ത് തന്നെ ഇതിന് തക്കതായ ഇതിന് പ്രതിവിധികൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഹീറ്റ് ഇഞ്ചുറി കൂടാതിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ വെയിലിലോട്ട് പോകുമ്പോൾ സ്കിൻ മാക്സിമം കവർ ചെയ്യുക. നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന തോലിൻ്റെ ഭാഗം ഏറ്റവും കുറവായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൻ്റെ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ നെറ്റി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിൽ വീഴുന്നത്. അതുകൊണ്ട് വൈഡ് ബ്രിം ഹാറ്റ്, അതേപോലെ തന്നെ കവറിങ് ഓഫ് ദ നെക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സൺ പ്രൊട്ടക്ഷൻ സ്ക്രീം വരും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ നോക്കേണ്ടത് SPF, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ. സൺസ്ക്രീനിൽ വരുന്ന SPF ഒരു 40 മേളിലോട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു സൺസ്ക്രീൻ, UV റേസ് വെളിയിലേക്ക് UV റേസിനെ തടയുന്ന ആ ഒരു ജോലി ചെയ്യത്തുള്ളൂ. അപ്പോൾ SPF 40+ ആണ് ഏറ്റവും പ്രിഫറബിൾ. പലപ്പോഴും അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ അലോവേര ക്രീം ഓർ ഈവൻ വാസലിൻ ഇസ് ഗുഡ് ഓൺ എക്സ്പോസ് സ്കിൻ. നമ്മൾ സാധാരണ കഴിക്കുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ചായ, കാപ്പി, ഇത് രണ്ടും ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ മൂത്രവിസർജനം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഡയൂറിറ്റിക് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരും. അപ്പം ചായ, കാപ്പി നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ അമിതമായിട്ട് അല്ലെങ്കിൽ മാക്സിമം കുറവാക്കാൻ നോക്കുക. മദ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയൂറിറ്റിക്കാണ്, മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അതേപോണക്ക് നമ്മൾ ആഹാരത്തിലും ഈ ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ എണ്ണ ഉള്ള ആഹാരം കഴിച്ചാൽ അത് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് കുറച്ചും കൂടി ഉഷ്ണം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. നല്ല അതിവായ ചൂടിൽ നമ്മളിപ്പം പെട്ടെന്ന് ഒരു അകത്തേക്ക് തണുപ്പുള്ളിടത്ത് പോയിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരം തണുപ്പിക്കാൻ എപ്പോഴും നല്ലതാണ്. അതിൽ വേറെ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും തണുപ്പ് പെട്ടെന്ന് നമ്മുടെ തൊണ്ടയിലേക്ക് ചെല്ലുമ്പോൾ അത് നമ്മുടെ തൊണ്ടയിൽ നീര് വരാനും അതേപോലെ ഫാരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ് മുതലായ രീതിയിൽ തൊണ്ടയുടെ അവിടെ ചെറിയ ഡാമേജ്, കോൾഡ് കാരണം വരുന്ന ഇഞ്ചുറി, അതിന് മേലെ അണുബാധ വരാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഒരാൾ പറയുന്നത് ഞാൻ തണുത്ത വെള്ളം കുടിച്ചു, അത് കഴിഞ്ഞ് ചുമ പിടിച്ചു, പിന്നെ പനി പിടിച്ചു എന്നാണ്. അതങ്ങനെയാണ് സംഭവിക്കുന്നത്. തണുത്ത വെള്ളം കാരണമുള്ള ഡാമേജിൽ അണുബാധ വരുന്നത്.